എന്താ മോനെ? ഫോണിങ്ങതാ, കുഴപ്പമില്ല. നീ പോയി വയത് കേട്ടോ. അതാരാണെങ്കിൽ എൻ്റെ ഒരു ഫോണുണ്ട് കേട്ടോ, എൻ്റെ അവകാശം. ഇന്ന് താഴെ കിടന്ന സാധനം എടുക്കാൻ പാടില്ല എന്നാണ്. കളഞ്ഞു കിട്ടുന്ന സാധനങ്ങൾ എടുക്കരുതെന്ന്. അത് എടുത്തു കഴിയുമ്പോൾ ഉത്തരവാദിത്തം കൂടി. ഒരു സാധനം താഴെ കിടക്കുന്നു, അത് എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. എടുത്താൽ പിന്നെ പടച്ചവനെ അതിന്റെ അവകാശിയെ കണ്ടെത്തി കൊടുക്കൽ ആ എടുത്തവന്റെ ഉത്തരവാദിത്തമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഭയങ്കര നിയമം അത്. അങ്ങനെ കുഴപ്പമില്ല, ഇവിടെ തന്നെ വെച്ചാൽ കുഴപ്പമില്ല. ഖദീജ ബീബി നബിതങ്ങളുടെ മടിയിൽ കിടന്നു. ഖദീജ ബീബി റളിയല്ലാഹു തആല നബിതങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുന്നുണ്ട്. എന്തേ ഖദീജ നീ എന്നെ നോക്കി ചിരിക്കുന്നേ? ഖദീജ ബീബി റളിയല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾക്ക് എന്നാ ഗ്ലാമറാ നബിയെ. 65 വയസ്സുണ്ട് ഖദീജ ഉമ്മയ്ക്ക്. ഉമ്മാമ ഇന്നവരെ പറഞ്ഞിട്ടുണ്ടോ, എന്റെ പൊന്നാരക്ക നിങ്ങളുടെ നരച്ച താടി കാണാൻ ഇപ്പോഴും പറയണത് പോയി വടിച്ചിട്ട് വാങ്ങ. ഇതൊന്ന് വടിച്ചു കളാ, മൈലാഞ്ചി തേക്ക്, കറുത്ത പെയിന്റ് അടിക്ക്, ഗ്ലാമർ ഇല്ല. ഖദീജ ബീബി റളിയല്ലാഹു തആല നബിതങ്ങളോട് പറഞ്ഞു, എന്തൊരു ഗ്ലാമറാ നബിയെ നിങ്ങൾക്ക്. നബിതങ്ങൾ വിട്ടുകൊടുത്തില്ല. 25 കൊല്ലമായില്ലേടി ഖദീജ എന്നെ കാണാൻ തുടങ്ങിയിട്ട്. 25 വർഷമായില്ലേ. ഇതിനാണ് സ്നേഹമെന്ന് പറയുന്നത്. അങ്ങനെ കൊച്ചു തമാശകൾ പറഞ്ഞ് രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുമ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലങ്ങ് പിടിക്കുകയാണ്. നബിതങ്ങളുടെ കയ്യിലങ്ങ് പിടിക്കുകയാ. എന്നിട്ട് ചോദിക്കുന്നു, നബിയേ 25 വർഷമായി നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്, 25 വർഷമായി നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ അങ്ങയുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും ഈ ഖദീജയുടെ ഭാഗത്ത് നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തം തരണേ യാ റസൂലല്ലാഹ്. പൊരുത്തം ചോദിക്കുകയാണ്. നബിതങ്ങൾ ചോദിച്ചു, എന്തു പറ്റി ഖദീജ, ഇന്ന് പൊരുത്തം ചോദിക്കുന്നല്ലോ, എന്തേ നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ മരണമെടുത്തു നബിയേ, പോകാ സമയമെടുത്തു നബിയേ. മരണമെടുത്തെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന് ഖദീജയുടെ വായങ്ങ് പൊത്തുകയാണ്. എന്നോട് പൊരുത്തം ചോദിക്കല്ലേ ഖദീജ, നീ എന്നോട് പൊരുത്തം ചോദിക്കരുത്. പെങ്ങളെ, ഖദീജ ആരാണെന്നറിയുമോ? ഖദീജയ്ക്ക് അല്ലാഹു സ്വർഗത്തിൽ കൊടുക്കുന്ന പദവി എന്താണെന്നറിയുമോ? ഖിയാമത്ത് നാൾ വരെയുള്ള ഒരു പെണ്ണിനും അത് കിട്ടൂല. ലോകത്ത് ഒരു പെണ്ണിനും കിട്ടാത്ത പ്രതിഫലമാണ്. ഒരു മുത്തുകൊണ്ട് പണിത കൊട്ടാരമാണ്, ഒരു മുത്തുകൊണ്ട് പണിത കൊട്ടാരമാണ്. എന്തിനാണ് അല്ലാഹ് ഖദീജയ്ക്ക് കൊടുക്കുന്നതെന്നറിയുമോ? 25 വർഷം അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ച ഭാര്യയാണ് ഖദീജ. നബിതങ്ങളെക്കാൾ 15 വയസ്സ് കൂടുതലാണ്. ആ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ 25 കൊല്ലത്തിന്റെ ഇടയില് ഒരിക്കൽ പോലും നബിതങ്ങളുടെ മുമ്പിൽ ശബ്ദമുയർത്തിയിട്ടില്ല. ഒരിക്കൽ പോലും അല്ലാഹുവിന്റെ റസൂൽ എന്ന ഭർത്താവിന്റെ മുമ്പില് ശബ്ദമുയർത്തിയിട്ട് ഖദീജ ബീബി സംസാരിച്ചിട്ടില്ല. നീയോ ഉമ്മ, നിന്റെ ഭർത്താവിന് ഏകയുള്ള പരാതി നിന്റെ ഈ സംസാരമാ. എന്താണ് പറയുന്നതെന്ന് നിനക്ക് തന്നെ അറിയില്ലല്ലോ. സങ്കടപ്പെടുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ട്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, സൂക്ഷിക്കണേ മോളെ, സൂക്ഷിക്കണേ മോളെ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, പൊരുത്തം തരണേ നബിയേ, പൊരുത്തം തരണേ നബിയേ. റസൂലുള്ളാഹി തങ്ങളുടെ കണ്ണ് നിറയുകയാ. ഖദീജ, പരാതിയില്ല ഖദീജ, പറയാനൊരു പരാതിയില്ല ഖദീജ. നിന്നെ കുറിച്ച് പറയാൻ എനിക്കൊരു പരാതിയില്ല. നീ എന്നോട് പൊരുത്തം ചോദിക്കരുത്. ഖദീജയ്ക്ക് സമാധാനമായി, ഖദീജയ്ക്ക് സന്തോഷമായി. 65 വയസ്സുള്ള ഖദീജ ബീബി ചാടി എഴുന്നേറ്റിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുകയാ. നബിതങ്ങളെ ചുംബിച്ചടോ, കാരണം ഭർത്താവിന്റെ പൊരുത്തം കിട്ടി.
ഭർത്താവിന്റെ പൊരുത്തം കിട്ടി. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് 3 ആഗ്രഹമുണ്ട് നബിയേ. 65 വയസ്സുള്ള ഭാര്യ മരിക്കുന്നതിന് മുമ്പ് ഭർത്താവിനോട് പറയുകയാ, 3 ആഗ്രഹമാണുള്ളത്, 3 ആഗ്രഹമാണുള്ളത്. സാധിപ്പിച്ചു തരുമോ നബിയേ? സാധിപ്പിച്ചു തരുമോ നബിയേ? എന്തേ ഖദീജ, എന്തേ ഖദീജ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് നിങ്ങൾ വേണം കുളിപ്പിക്കാൻ. ഖദീജ പറയുകയാണ്, എന്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം നബിയേ, എന്റെ ജനാസ നിങ്ങൾ കുളിപ്പിക്കണം നബിയേ. നിങ്ങൾ കണ്ട ശരീരം വേറെ ഒരാളും കാണരുത്. ഒരു പെണ്ണ് പോലും കാണുന്നത് എനിക്കിഷ്ടമല്ല. ഒരു പെണ്ണ് പോലും എന്റെ ശരീരം കാണുന്നത് എനിക്കിഷ്ടമല്ല നബിയേ. നിങ്ങൾ അതുകൊണ്ട് എന്റെ ജനാസ കുളിപ്പിക്കണം. നിനക്കിത് തിരിയില്ല പെങ്ങള്, നിനക്കിത് തിരിയില്ല പെങ്ങള്. അതാ എടപ്പാളോ പൊന്നാനിയിലോ കടയിൽ ചെന്നിട്ട് അതാ ഫർദ വാങ്ങുന്നത് നീ ഇട്ട് നോക്കിയിട്ടാണ്. നിനക്ക് ചേരുന്ന ഫർദയല്ലേ നീ വാങ്ങുന്നത്, ഇട്ട് നോക്കിയിട്ടല്ലേ വാങ്ങുന്നത്. എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് രണ്ടാമത് നീ അത് സ്റ്റിച്ച് ചെയ്യുകയാ. എന്തിനാ ഇറങ്ങിക്കിടക്കാൻ? നിന്റെ മസില് മറ്റുള്ളവരെ കാണണമല്ലോ, നിന്റെ ശരീരത്തിന്റെ വടിവ് കാണണമല്ലോ. ഈ മജ്‌ലിസിൽ പോലും നീ വരുമ്പോ ഔറത്ത് നേരം മറച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കു പെങ്ങള്. കളിയാക്കിയതല്ല, പരിഹസിച്ചതല്ല. ഇതാണ് ഖദീജ, ഇതാണ് ഖദീജ. മരിച്ചാൽ എന്റെ മയ്യത്ത് ഒരു പെണ്ണ് പോലും കുളിപ്പിക്കുമ്പോ കാണരുത്. അതുകൊണ്ട് നിങ്ങൾ വേണം കുളിപ്പിക്കാൻ. കുളിപ്പിക്കുമോ നബിയേ, കുളിപ്പിക്കുമോ നബിയേ? 18-കാരിയല്ല, 25-കാരിയല്ല, 35-കാരിയല്ല, 65 വയസ്സുള്ള ഭാര്യ ചോദിക്കുകയാണ്, മാല വേണം, സ്വർണം വേണമെന്നല്ല, എന്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സമ്മതിച്ചു പെങ്ങള്. രണ്ടാമത്തെ ആഗ്രഹം എന്തെന്നറിയുമോ? യാ റസൂലല്ലാഹ്, ജനാസ കഫം പൊതിയുമ്പോൾ, ജനാസ കഫം പൊതിയുമ്പോ നിങ്ങളുടെ ചുമലിൽ കിടക്കുന്ന ഈ ഷാൾ എനിക്ക് വേണം നബിയേ. എന്റെ കഫം തുണിക്കകത്ത് വെക്കണേ നബിയേ, എന്റെ കഫം തുണിക്കകത്ത് വെക്കണേ നബിയേ. എന്തുകൊണ്ടാണെന്നറിയുമോ? എന്തുകൊണ്ടാണെന്നറിയുമോ? നിങ്ങളില്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല നബിയേ. ഖിയാമത്ത് നാൾ വരെ ഖബറിനകത്ത് കിടക്കാനുള്ളതാണ്. നിങ്ങളുടെ സുഗന്ധം വേണം നബിയേ. നിങ്ങളുടെ സുഗന്ധമില്ലാതെ ഖദീജയ്ക്ക് ഉറക്കം വരൂല. അതുകൊണ്ട് നിങ്ങളുടെ സുഗന്ധമെങ്കിലും എനിക്ക് വേണം. നിങ്ങളുടെ ശരീരത്ത് കിടക്കുന്ന ഷാള് എന്റെ കഫം തുണിക്കകത്ത് വെച്ച് പൊതിയണേ യാ റസൂലല്ലാഹ്. ഇതിനാ ഉമ്മാ സ്നേഹമെന്ന് പറയുന്നത്, ഇതിനാണ് ആത്മാർത്ഥ സ്നേഹമെന്ന് പറയുന്നത്, കളങ്കമില്ലാത്ത സ്നേഹമെന്ന് പറയുന്നത്. പടച്ചവനെ, ഖദീജ ബീബി മൂന്നാമതായിട്ട് പറയുകയാ, യാ റസൂലല്ലാഹ്, എന്റെ ഖബറിനകത്ത് ഇറങ്ങണം നബിയേ, എന്റെ ഖബറിനകത്ത് ഇറങ്ങണം നബിയേ. നിങ്ങൾ വേണം എന്റെ മയ്യത്ത് ഇറക്കി വെക്കാൻ, നിങ്ങൾ വേണം എന്റെ ജനാസ ഇറക്കി വെക്കാൻ. നിങ്ങളുടെ കൈ കൊണ്ട് വേണം എനിക്ക് പിടിമണ്ണ് വാരി വെക്കാൻ. അല്ലാഹുവിന്റെ റസൂലിനോട് ഖദീജ എന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യ അവിടെന്ന് പറയുന്നു, നിങ്ങളുടെ കൈ കൊണ്ട് വേണം എന്റെ ജനാസ ഇറക്കി വെക്കാൻ. നിങ്ങൾ വേണം എനിക്ക് പിടിമണ്ണ് വാരി വെക്കാൻ. വെക്കുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് സമ്മതിക്കുകയാണ്. ഖദീജ ബീവി ലോകത്തോട് വിട പറഞ്ഞു. വാപ്പാ, ലോകത്ത് ഒരു പെണ്ണിന് കിട്ടിയ ഭാഗ്യം നബി തങ്ങളാണ് ജനാസ കുളിപ്പിച്ചത്. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ജനാസ കുളിപ്പിക്കുമ്പോ നബി തങ്ങളുടെ കണ്ണ് നിറയുകയാ. കരഞ്ഞുകൊണ്ട് ഖദീജ ബീബിയുടെ ജനാസ കുളിപ്പിക്കുകയാണ്. മയ്യത്ത് പുതിയ സമയമായപ്പോ നബി തങ്ങൾ ഷാളെടുത്ത് ചുംബിക്കുകയാ.
തന്റെ ഖദീജയ്ക്ക് കൊടുക്കാൻ ഷാളിൽ ഇങ്ങനെ ചുംബിച്ചിട്ട് ഖദീജ ബീവിയുടെ കഫം തുണിക്കകത്ത് വെച്ച് പൊതിയുകയാണ്. ഖദീജ ഉമ്മയുടെ ജനാസ കൊണ്ടുവന്നു. നബി തങ്ങൾ ഖബറിനകത്തിറങ്ങി. അല്ലാഹുവിന്റെ റസൂൽ ഖദീജ ബീവിയുടെ ജനാസ ഇങ്ങനെ ഖബറിലേക്ക് ഇറക്കി വെച്ചു. അല്ലാഹ് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. പിടിമണ്ണ് വാരി വെക്കുമ്പോ നിബിതങ്ങളുടെ കണ്ടടങ്ങൾ നിറഞ്ഞ താടിരോമത്തിലൂടെ കണ്ണുനീര് ഖദീജ ബീവി എന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കഫം തുണി പോലും നനയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് കരയുകയാണ്. ജനാസ ഖബറടക്കി. നിബിതങ്ങൾ പിന്നെ ഒരുപാട് വിവാഹം കഴിച്ചു. അല്ലാഹുവിന്റെ റസൂൽ 63 വയസ്സ് വരെ ജീവിച്ചു. പെണ്ണേ, നിബിതങ്ങൾ ഖദീജാനെ മറന്നില്ല. ഒരു നല്ല ഭക്ഷണം കൊണ്ട് വന്നു കൊടുത്താൽ, ആരെങ്കിലും നല്ല ഒരു ഭക്ഷണം നബിതങ്ങൾക്ക് വന്നു കൊടുത്താൽ അല്ലാഹുവിന്റെ റസൂൽ ഖദീജയുടെ കൂട്ടുകാരികൾക്ക് കൊടുത്തു വിടുമായിരുന്നു. ഭാര്യയുടെ കൂട്ടുകാരികൾക്ക് കൊടുത്തു വിടുമായിരുന്നു. മരിച്ച ഭാര്യയോട് നബിതങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു. എന്തു പറഞ്ഞാലും നബിതങ്ങൾ പറയും ഖദീജ ഖദീജ ഖദീജ. മറ്റുള്ള ഭാര്യമാരോട് പറയും എന്റെ ഖദീജ അങ്ങനെയായിരുന്നു, നിന്നെ പോലെയൊന്നുമായിരുന്നില്ല. നബിതങ്ങളുടെ നാവിൽ എപ്പോഴും ഖദീജയാണ്. ജീവിച്ചിരുന്നപ്പോഴല്ല, മരിച്ചതിന് ശേഷമാണ് പറയുന്നത്. നബിതങ്ങൾ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോ ആയിഷ ബീവിക്ക് സഹിച്ചില്ല. ആയിഷ ബീവിക്ക് ദേഷ്യമായി. അവിടെന്ന് ചോദിച്ചു, നബിയെ എപ്പോ നോക്കിയാലും ഖദീജ 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 ഖദീജ, വേറെ ഭാര്യമാരൊന്നുമില്ലേ? ഈ കിളവിയോട് മാത്രം ഇത്ര സ്നേഹമുണ്ട്? അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞു. പെങ്ങള്, നബിതങ്ങള് കരഞ്ഞടോ. എന്തിനാണ് കരഞ്ഞതെന്നറിയുമോ? തന്റെ ഖദീജയെ കിളവി എന്ന് വിളിച്ചപ്പോ, തന്റെ ഖദീജാനെ കിളവി എന്ന് പറഞ്ഞപ്പോ നബിതങ്ങളുടെ കണ്ണ് നിറയുകയാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നീയൊന്നും എന്റെ ഖദീജയെ പോലെയാകില്ല. ഇതിനാണ് സ്നേഹമെന്ന് പറയുന്നത്. ഇതിനാണ് സ്നേഹമെന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു സ്നേഹമാണ് ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടത്. അതുകൊണ്ട് പറയുകയാ, നീ മരണപ്പെട്ട നിന്റെ ഭാര്യ പറയണം നീ നല്ലവനാണെന്ന്. എന്റെ ഇഖയാരാണെന്നറിയോ? 5 നേരം നിസ്കരിക്കുന്ന മനുഷ്യനാ. ഏതോ പാതിരാത്രി വന്ന് കിടന്നുറങ്ങിയാൽ സുബഹി നിസ്കരിക്കാൻ എഴുന്നേക്കുന്ന ഭർത്താവാ. പറയുമ്പോ ഭാര്യയ്ക്ക് വല്ലാത്ത ഒരു മനസ്സുണ്ടാകണം, വല്ലാത്ത ഒരു ധൈര്യത്തോടെ ഇക്കാ 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 എന്ന് പറയാ 100 നാവ് വേണം മക്കളെ. അതുകൊണ്ട് നീ നിന്റെ ഭാര്യയെ കുറിച്ച് നല്ലത് പറയിപ്പിക്ക്. നീ നല്ലവനായി ജീവിക്ക്, എങ്കിൽ നിന്റെ ഭാര്യ നിന്നെ കുറിച്ച് നല്ലത് പറയും. ഉമ്മാ, ഭർത്താവിനെ കൊണ്ട് നല്ലത് പറയിപ്പിക്കും. ഉമ്മാ, എന്റെ ഭാര്യയാണ്, എന്റെ ഭാര്യയുടെ ദുആയുടെ പുറത്താ ഞാൻ നടക്കുന്നത്. എനിക്ക് ദുആ ചെയ്യാൻ എന്റെ ഭാര്യയുണ്ടല്ലോ. ഒരു ഭർത്താവ് പറയണം, എനിക്കൊന്നും വരില്ല, എനിക്ക് എന്ത് രോഗമാണെങ്കിലും മാറും. കാരണം നിസ്കാരപ്പായിലിരുന്നു കൊണ്ട് നെഞ്ചു പൊട്ടിയിട്ട് കരയാൻ, എനിക്ക് ദുആ ചെയ്യാൻ എന്റെ ഭാര്യയുണ്ടല്ലോ. അവള് മതി എനിക്ക് ദുആ ചെയ്യാൻ. ഭാര്യയെ കുറിച്ച് പറയുമ്പോ ഭർത്താവിന് വല്ലാത്ത ഈമാനാകണം പെങ്ങള്. അങ്ങനെ പറയണമെങ്കിൽ റബ്ബനാ ഹബിലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുനിന വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. നീ ദുആ ചെയ്യണം, നീ ദുആ ചെയ്യണം. അല്ലാഹുവേ, എന്റെ ഭാര്യയെ നന്നാക്കണം, എന്റെ ഭർത്താവിനെ നന്നാക്കണം, എന്റെ മക്കളെ നന്നാക്കണം, എനിക്ക് കണ്ണിന് കുളിർമയുള്ളവരാക്കണം. എന്നിട്ട് പറയണം, അല്ലാ എന്നെ നന്നാക്കണേ, അല്ലാ എന്നെ നന്നാക്കണേ, അല്ലാ. ഭാര്യ പറയണം, ഭർത്താവ് പറയണം, എന്നെ നന്നാക്കണം തമ്പുരാനെ. ലിൽ മുത്തഖീന ഇമാമാ, എന്നെ ഇമാമാ
ഇമാമാക്കണമല്ലാ. പള്ളിയിലെ ഇമാമല്ല, എന്റെ ഭാര്യക്കും എന്റെ മക്കൾക്കും മാതൃകയാകുന്ന ഒരു നല്ല മനുഷ്യനാക്കി എന്നെ മാറ്റണേ അല്ലാ. നീ ദുആ ചെയ്യണേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, മന്നസിനാ അലൈഹി അർബഅതു ഖൈറാ വജബതു ലഹുൽ ജന്നാ. അതുകൊണ്ട് നിന്നെ കുറിച്ച് നല്ലത് പറയുന്ന ഒരു കൂട്ടുകാരൻ, നീ മരണപ്പെട്ട നല്ലത് പറയുന്ന ഭാര്യ, നല്ലത് പറയുന്ന ഭർത്താവ്, ഇവരുടെ സാക്ഷി മതി നിനക്ക് രക്ഷപ്പെടാൻ. അല്ലാഹുവേ സ്വർഗ്ഗം നൽകണേ അല്ലാ. സ്വർഗ്ഗത്തിന്റെ അവകാശികളിൽ പെടുത്തണേ അല്ലാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സമയം 11:25. അൽഹംദുലില്ലാ. സമയം വിഷയം പറഞ്ഞു തീർക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ സമയമില്ലാത്തത് കൊണ്ട് നാളെ വെള്ളിയാഴ്ചയാണ്, എനിക്ക് ജുമയ്ക്ക് പള്ളിയിലെത്തണം. നിങ്ങൾക്ക് സുബഹി, നമുക്കൊക്കെ സുബഹി നിസ്കരിക്കണം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.